ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ചെറിയ വീഡിയോസൊക്കെ ചെയ്യൽ. അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കൂടും സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ചിടുകയാണ് ചെയ്യൽ. അല്ലെങ്കിൽ പൊതുവേ ഞാനിവിടെ ഇൻക്യുബേറ്ററിൽ വിരിച്ചിറക്കുന്ന സമയത്ത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഒരുമിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. ഒരുമിച്ച് ഇടുക പറഞ്ഞാൽ അവർക്ക് ഒരു ആഴ്ച ഡിഫറൻറ്റിൽ നമ്മൾ വിരിഞ്ഞിറക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ കുറവ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല. നമുക്ക് ഒരേ രീതിയിൽ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് അങ്ങനെ കൂട്ടിലിട്ടാലും മതി. അതാകുമ്പോൾ നമുക്ക് നോക്കാനും സുഖമായിരിക്കും. ബ്രൂഡറൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഒരു 4 സെറ്റ് നമ്മൾ ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. നമ്മളെ അടക്കോഴികൾ വെച്ച് വിരിയിച്ചിട്ട്. അപ്പോൾ നമ്മുടെ കോഴികളൊക്കെ 2 ദിവസം തന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ മാറ്റിയിട്ടാൽ തള്ളക്കോഴികളൊക്കെ അവരെ കാര്യം നോക്കി അവർ പോകും. പിന്നെ നമ്മളെ പൂവം ചേലിട്ട് പിന്നെ അടുത്ത മുട്ടയിടാനാവും. അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടാൽ നമുക്ക് 2 ഉണ്ട് കാര്യം. നമുക്ക് അവരെ എന്താ പറയുക, നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊന്നും നഷ്ടപ്പെടുകയില്ല. അതേപോലെ നമുക്ക് കൂടും കാര്യങ്ങളും സൗകര്യമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെയാകാം. പിന്നെ പെട്ടെന്ന് അടുത്ത മുട്ടയിടാനും അവർ നോക്കും. ഇപ്പോൾ നമുക്കിനി 2 കോഴികളാണ് ഇനി വിരിഞ്ഞിറങ്ങാനുള്ളത്. ഇനി 4 ആൾക്കാർ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതിപ്പോൾ ഇവർ വേറെ തന്നെയാണ്. ഇവരാണ് ആദ്യം വിരിഞ്ഞിറങ്ങിയ കേട്ടോ. അപ്പോൾ ഇവരെ അപ്പുറം വേറെ കോഴിക്കുഞ്ഞുങ്ങൾ ഇടാൻ പറ്റില്ല, കുത്തി നാശമാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ വേറെ കൂട്ടിലാട്ട് ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ 2 എണ്ണം തള്ളക്കോഴിൽ വിരിഞ്ഞിറങ്ങിയത് ഒരേ ഒരു 3-4 ദിവസത്തെ ഒരു ഡിഫറൻറ്റിൽ മാത്രം. അപ്പോൾ അവരെ ഞാൻ ഒന്നിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വിരിഞ്ഞിറങ്ങിയത് അവരെ ഞാൻ വേറെ തന്നെ. അവർ കുഞ്ഞു മക്കളായതുകൊണ്ട് ഇവരെപ്പോഴൊന്നും നമുക്ക് അവരെ ഇടാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാത്തിനെയും നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. നമുക്ക് ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ വേണ്ട. ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കാടും ഒക്കെ ആയതുകൊണ്ട് തന്നെ അയച്ചിട്ട് വളർത്താനൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് പട്ടികളുടെ ശല്യം, ഉടുമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചത് നമുക്ക് കൊടുത്തൊഴിവാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ പേരൻറ് സ്റ്റോക്കായിട്ട് എൻ്റെ അടുത്ത് കോഴികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ ഇപ്പോൾ എന്തായാലും ഒഴിവാക്കുന്നില്ല. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ഉഷാറുള്ള കോഴിക്കുഞ്ഞുങ്ങളാട്ടോ. നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല നാടൻ കോഴികളാണ്. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ചെറിയ തോതിലൊക്കെ ഒരു വരുമാനമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ സെയിലൊക്കെ ചെയ്ത് നമുക്ക് ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയൊരു പൈസയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതേപോലെ വേറെ തിരിച്ചിട്ടാൽ അടുത്ത അവർ നമ്മളെ 3 കോഴികളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ കോഴിമുട്ട ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരാളും കൂടി ഉള്ളത്. അപ്പോൾ തുടങ്ങിയിട്ടില്ല, മുട്ടയിടാനുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ ഇതായിട്ട് അവരെന്താ പറയുക, നമുക്ക് നമ്മളെ അനുസരിച്ച് നമുക്ക് കൂട്ടിലൊക്കെ ഇട്ട് വളർത്തിയോ അല്ലെങ്കിൽ വലയൊക്കെ ഇട്ട് മറിച്ച് വളർത്തുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞൊന്നും എന്താ പറയുക, ഒന്നുപോലും കാക്കിയ പരുന്തൊന്നും പിടിച്ചുകൊണ്ടുപോവുകയില്ല. ഇപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ പുറത്തിറക്കാത്തതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഉണ്ട് കേട്ടോ. ഇവരൊക്കെ പുറത്തിറക്കി വിടുകയാണെങ്കിൽ ഇവരൊറ്റ ഒന്നും കാണില്ല. പിന്നെ പുറത്ത് നമ്മൾ ഇപ്പോൾ 2 ദിവസമായി നമ്മൾ പുറത്തിറക്കി വിട്ടിട്ട്. അപ്പോൾ അതുകൊണ്ടാട്ടെ ഞാൻ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്കൊന്ന് അയച്ചു വിട്ടത്. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ആ മണ്ണ് കിടന്ന് ഉരുളന്നൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ചൂടല്ലേ. അപ്പോൾ ഇവളാണ് നമ്മളെ ലാസ്റ്റ് വിരിഞ്ഞിറങ്ങിയ കോഴി. അപ്പോൾ ഇവളും മുട്ടയിടാനുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത് നമ്മൾ കോഴിക്കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് നമ്മളിവരെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം നമുക്കും ഒരു പ്രയാസമായിരിക്കും. നമ്മളെ കോഴികൾ ഇത്രയും ദിവസം അടവെച്ച് ഇരുന്ന് വിരിഞ്ഞിട്ട് അവർക്ക് കൊടുക്കാതിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വിഷമമാട്ടോ. പക്ഷെ നമുക്കിപ്പം കൂടും സൗകര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ 1 മാസം പോലെയൊക്കെ നമ്മൾ തള്ളക്കോഴിൻ്റെ അടുത്ത് നിന്ന് നിർത്തിയിട്ട് നമുക്ക് ആ 1 മാസം കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ അതേപോലെയൊക്കെ നാടൻ കോഴിനൊക്കെ വളർത്തി ഇതേപോലെ കോഴിമുട്ടയൊക്കെ വെച്ച് വിരിയിപ്പിച്ച ആൾക്കാരാണെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ഇതും കൂടിയാണ്. നമുക്ക് കുറച്ച് റിസ്ക് എടുത്ത് നമുക്ക് ഇവരെ നോക്കിയെടുത്താലും അടുത്ത നമ്മളെ തള്ളക്കോഴികൾ അടുത്തും കോഴിമുട്ട ഇടാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ നമുക്ക് നാടൻ കോഴിനെ വളർത്തിയിട്ടൊരു മെച്ചമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്.